യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു സുവിശേഷ പ്രസംഗകൻ ഭാര്യയുമായി വഴക്കിട്ട ശേഷം പ്രസംഗത്തിനായി പുറപ്പെട്ടു. അന്നേരം പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ മടങ്ങിപ്പോയി ഭാര്യയോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ ലേറ്റായി, 20 മിനിറ്റ് കൂടിയേ ഉള്ളൂ പ്രസംഗം തുടങ്ങാൻ. പരിശുദ്ധാത്മാവ് ഇപ്രകാരം മറുപടി പറഞ്ഞു, ശരി, എന്നാൽ നീ തന്നെ പോയി പ്രസംഗിക്കൂ. ഞാൻ നിന്റെ ഭാര്യയോടൊപ്പം ഇവിടെ ഇരിക്കാം. കഥ കേട്ടപ്പോൾ എന്തു തോന്നി? പരിശുദ്ധാത്മാവിന് സംസാരിക്കാൻ പറ്റുമോ? ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് എന്താണ് റോൾ എന്നൊക്കെ സംശയം നമുക്കുണ്ടായിട്ടില്ലേ? ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ പറ്റി പഠിക്കാം. 2 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ പറ്റി നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വവും പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനും. ദൈവതൃത്വത്തിലെ മൂന്നാമത്തെ ആളത്വമാണ് പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങളെ സ്ഥിതി ചെയ്യുന്ന ഏക ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും സമനാണ്. അവരുടെ ശക്തിക്കോ ദൈവത്വത്തിനോ ഏറ്റക്കുറച്ചിൽ ഇല്ല. സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. ആശീർവാദം പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. സാക്ഷ്യം പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നിവരാണ്. പരിശുദ്ധാത്മാവ് ദൈവമായതിനാൽ തന്നെ ദൈവിക സ്വഭാവങ്ങൾ പരിശുദ്ധാത്മാവിനുണ്ട്. നിത്യൻ, സർവവ്യാപി, സർവശക്തൻ, സർവജ്ഞാനി എന്നീ സ്വഭാവങ്ങൾ പരിശുദ്ധാത്മാവിനുണ്ട്. ലോകത്തിൻ്റെ സൃഷ്ടിപ്പിൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. ഒരുവൻ വീണ്ടും ജനിക്കുമ്പോഴും പുനരുത്ഥാന സമയത്തും എല്ലാം ആത്മാവ് പ്രവർത്തിക്കുന്നു. ഇനി കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. അന്ത്യ അത്താഴം കഴിഞ്ഞ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, താൻ അവരെ വിട്ടുപോകുകയാണ് എന്ന്. എന്നാൽ അവരുടെ ഹൃദയം ദുഃഖിച്ചു. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങേണ്ട, ഭ്രമിക്കേണ്ട. എന്നെപ്പോലെ നിങ്ങളെ ഉപദേശിക്കാൻ, കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താൻ, വചനം പറഞ്ഞു തരാൻ, സത്യത്തിൽ വഴി നടത്താൻ, അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിപ്പാൻ ഒക്കെ കഴിയുന്ന ഒരു കാര്യസ്ഥൻ വരുന്നുണ്ട് എന്ന്. 3.5 വർഷം തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ പിന്തുടർന്ന ശിഷ്യന്മാർ പടക് വിട്ട്, വല ഉപേക്ഷിച്ച്, അപ്പനെ വിട്ട്, ഉദ്യോഗം വിട്ട് യേശുവിൻ്റെ പിന്നാലെ കൂടിയവർ ഒന്നും നേടിയില്ല. ഇപ്പോൾ ഇതാ യേശു പറയുന്നു, ഞാൻ പോകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്നാൽ അതുവരെയുള്ള സമയം, യേശുവിൻ്റെ വരെയുള്ള സമയം, നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്. ഇപ്പോൾ ആയിരിക്കുന്ന ഈ സമയം നമ്മെ സഹായിക്കാൻ, എന്നേക്കും നമ്മോട് കൂടെ ഇരിപ്പാൻ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദത്തത്തെ നമുക്ക് തരികയും ചെയ്തു. ആരാണ് ഈ കാര്യസ്ഥൻ? കംഫോർട്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. പാരാക്ലീറ്റസ് എന്ന ഗ്രീക്കിലും അഡ്വക്കേറ്റ് എന്ന ലാറ്റിനിലും പറയുന്ന ഈ വാക്കിന് ആശ്വാസപ്രദൻ എന്നും അർത്ഥമുണ്ട്. തൻ്റെ കക്ഷിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ജോലിയാണ് അഡ്വക്കേറ്റിനുള്ളത്. കക്ഷികൾക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ സ്നേഹത്തിൻ്റെ പേരിൽ ഇതൊക്കെ പണ്ട് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആയതുപോലെ പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിച്ച്, ആശ്വസിപ്പിച്ച്, ആലോചന പറഞ്ഞു തന്ന് വഴി നടത്തുന്നത് കൊണ്ട് അവൻ നമ്മുടെ കാര്യസ്ഥൻ തന്നെയാണ്. സ്വാഭാവികമായി നമുക്കൊരു സംശയമുണ്ടാകാം, ഇതൊക്കെ തന്നെയല്ലേ യേശുവും ചെയ്യുന്നത്? അതെ, അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു കാര്യസ്ഥൻ എന്ന് യേശു പറഞ്ഞത്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ജനത്തിൻ്റെ കാര്യസ്ഥനായിരുന്നു. യേശു സ്വർഗത്തിലേക്ക് പോയപ്പോൾ കാര്യസ്ഥൻ എന്ന പദവി ഉപേക്ഷിച്ചിട്ടില്ല. അവിടെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷവാദം ചെയ്യുന്ന ഒരു കാര്യസ്ഥനായി തന്നെ തുടരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഇപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി കാര്യസ്ഥനായി പ്രവർത്തിക്കുന്നു. അതായത് നമുക്ക് 2 കാര്യസ്ഥന്മാരുണ്ട്, ക്രിസ്തു സ്വർഗത്തിലും പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലും. മറ്റൊരു കാര്യസ്ഥൻ എന്ന പദത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. ക്രിസ്തുവും പരിശുദ്ധാത്മാവും വേറെ വേറെ വ്യക്തികളല്ല എന്ന് ഇത് കാണിക്കുന്നു. ഇരുവരും തുല്യരാണെന്നും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നു.
യേശു ക്രിസ്തു ഭൂമിയിൽ ദൃശ്യമായി ചെയ്തത് ഇന്ന് പരിശുദ്ധാത്മാവ് അദൃശ്യനായി നമ്മുടെ ഇടയിൽ ചെയ്യുന്നു. ക്രിസ്തുവിന്റെ പിൻഗാമി എന്ന നിലയിൽ യേശു ചെയ്ത കാര്യങ്ങൾ കൂടുതൽ സമ്പൂർത്തിയിലേക്ക് വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവെന്ന കാര്യസ്ഥൻ ഇപ്പോൾ ഭൂമിയിലുള്ളതിനാൽ ഒരു വിശ്വാസിയും ക്രിസ്തുവുമായുള്ള ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. മനുഷ്യനായ യേശുക്രിസ്തുവിനെയല്ല, മഹത്വപൂർണനായ തേജസ്കരിച്ച ക്രിസ്തുവിനെയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയ്ക്കുന്നത്. പരിശുദ്ധാത്മാവിന്ന് ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെ ഈ ലോകത്തിൽ വഴി നടത്തുന്നു, ഒരുക്കുന്നു. എന്തിനു വേണ്ടിയെന്നോ? ക്രിസ്തുവിന്റെ വരവിങ്കൽ നാം എല്ലാവരും എടുക്കപ്പെടുവാനും സ്വർഗത്തിൽ വെച്ച് ക്രിസ്തുവുമായുള്ള വേളിക്ക് വേണ്ടിയും. അതുവരെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടാകും, നമ്മെ നയിക്കാനും ഉപദേശിക്കാനും വഴി നടത്താനും. ഈ ആത്മാവിന്റെ ഗൈഡൻസിൽ നടക്കുവാൻ, കീഴ്പ്പെട്ടിരിക്കാൻ, വിശുദ്ധിയോടെ ഇരിക്കാൻ, ക്രിസ്തുവിനെ, പിതാവിനെ കൂടുതൽ അറിയാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.